ഓം ശാന്തി. ഒരു താഴ്വരയിൽ വളരെ ശാന്തമായ ഒരു തടാകമുണ്ടായിരുന്നു. ആ തടാകത്തിൽ ഹൻസ എന്നു പേരുള്ള വളരെ സുന്ദരിയായ ഒരു അരയന്നം ഉണ്ടായിരുന്നു. ആ അരയന്നം എപ്പോഴും വളരെ ശാന്തനും സർവരുടെ മുമ്പിലും വളരെ വിനയചിത്തനും എല്ലാവർക്കും സ്നേഹം നൽകുന്നവനുമായിരുന്നു. എന്നാൽ ആ തടാകത്തിൽ ആഹാരത്തിന് വേണ്ടിയും സ്റ്റാറ്റസിന് വേണ്ടിയും മറ്റുള്ള പക്ഷികൾ എപ്പോഴും ബഹളം കൂട്ടുമായിരുന്നു. എന്നാൽ ഹൻസ ആ ബഹളത്തിലൊന്നും കൂടാതെ വളരെ ശാന്തമായിരുന്നു കൊണ്ട് തൻ്റെ കാര്യങ്ങൾ നിർവഹിക്കുകയും തൻ്റെ ആ പ്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മറ്റുള്ളവരുടെ രീതികളെ വീക്ഷിച്ചുകൊണ്ടേയിരുന്നു. അവൾ യാതൊരു കാര്യത്തിലും ഇടപെടുകയോ ആരെയും ബുദ്ധിമുട്ടുകയോ ചെയ്യുമായിരുന്നില്ല. ബാക്കിയുള്ളത് മത്സരമായിരുന്നു. എനിക്ക് ഉയരത്തിൽ നിങ്ങൾ പറക്കണം, എനിക്ക് ധാരാളം ആഹാരം സമ്പാദിക്കണം, കഴിക്കണം. അതിനുവേണ്ടി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും വഴക്കിട്ടുകൊണ്ടിരിക്കും, ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കും. നമ്മുടെ ഹൻസ അങ്ങനെയല്ല. ആ സാഹചര്യത്തിലും തൻ്റെ ആ നൊബിലിറ്റി, തൻ്റെ ആ ഒരു കാംനെസ് അവർ കാത്തു സൂക്ഷിച്ചിരുന്നു. അങ്ങനെ എനിക്ക് ഒരു ദിവസം ഒരു സന്യാസി ആ തടാകത്തിനടുത്തേക്ക് എത്തിച്ചേർന്നു. ആ സന്യാസി അവരോടായി പറഞ്ഞു, ആർക്കാണോ ഡിവൈനായിട്ടുള്ള മര്യാദകൾ അധിഷ്ഠിതമായ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, മറ്റുള്ളവരുടെ മേൽ കരുണ വർഷിക്കുന്നത്, അവർ മാത്രമാണ് ആ ദിവ്യമായ ലോകത്തിലെ റോയൽ പൂന്തോട്ടത്തിലെ പൂക്കളായി തിരഞ്ഞെടുക്കപ്പെടുകയുള്ളൂ. അങ്ങനെയുള്ള ആളുകൾക്ക് മോഹങ്ങളുടെ കാർമേഘങ്ങൾക്കുപരിയായി പറക്കാൻ സാധിക്കും. അതായത് മോഹങ്ങൾക്കുപരിയായി, കാർമേഘത്തിനുപരിയായി സഞ്ചരിക്കുക, ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുക, ഡിവൈൻ പ്രിൻസിപ്പിൾസ് അധിഷ്ഠിതമായ ജീവിതം മുൻപോട്ട് കൊണ്ടുപോവുക, എല്ലാവരുടെ മേലും കരുണ വർഷിക്കുക. ഇവർക്കുള്ള സ്ഥാനം എവിടെയാണ്? റോയൽ ഗാർഡനിലായിരിക്കും. ഡിവൈൻ കിങ്ഡത്തിലെ, ഇത്രയും ദിവ്യമായ ലോകത്തിലെ ആ രാജകീയമായ പൂന്തോട്ടത്തിലായിരിക്കും അവർക്ക് സ്ഥാനം. ഇത് കേട്ടിട്ട് ഞങ്ങൾക്ക് ഏറ്റവും ഉയരത്തിൽ പറക്കണം, എല്ലാ മോഹങ്ങൾക്കും അതിയായി പറക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവരും പരിശ്രമിക്കാൻ തുടങ്ങി. എന്നാൽ ഹൻസ മാത്രമാണ് ആ പരിശ്രമത്തിൽ വിജയിച്ചത്. 3 ടെസ്റ്റ് പേപ്പറിലാണ് ഹൻസ പാസ്സായത്. അതിൽ ഒന്ന്, ഹൻസയ്ക്ക് തൻ്റെ കഴിഞ്ഞുപോയ ഭൂതകാലത്തെക്കുറിച്ചുള്ള യാതൊരു കയ്പുള്ള ഓർമ്മകളും ഉണ്ടായിരുന്നില്ല. കാരണം എന്നേക്കുമായി തൻ്റെ ജീവിതത്തിലുണ്ടായ പഴയ കാര്യങ്ങളെയെല്ലാം അവൾ എന്നേക്കും തൻ്റെ സ്മൃതിയിൽ നിന്നും മായ്ച്ചു കളഞ്ഞു. രണ്ടാമത്തേത്, എല്ലാ ദിവസവും ജീവിതത്തിൽ കൃത്യനിഷ്ഠ പാലിച്ചു. തൻ്റെ ജീവിതചര്യ കൃത്യതയുള്ളതാക്കി മാറ്റി. അതിരാവിലെ എഴുന്നേൽക്കുക, ആ തടാകത്തിൽ ശാന്തമായിരുന്നു കൊണ്ട് തപസ് ചെയ്യാൻ തുടങ്ങി, മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ തുടങ്ങി. അതിലൂടെ അവർക്ക് നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടായി. മൂന്നാമതായി, തനിക്ക് കിട്ടുന്ന ആഹാരത്തിൻ്റെ ഒരു ഭാഗം മറ്റുള്ള പക്ഷികൾക്കും ഷെയർ ചെയ്യുകയും തൻ്റെ കൂടെയുള്ള തടാകത്തിലെ മറ്റുള്ള അവരുടെ ദുഃഖങ്ങൾ കേൾക്കുകയും അവരുടെ കണ്ണീരൊപ്പുകയും അവർക്ക് വേണ്ടി സാന്ത്വനം കൊടുക്കുകയൊക്കെ ചെയ്ത് മറ്റുള്ള സേവയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. വീണ്ടും ആ സന്യാസി അതുവഴി വന്നു. സന്യാസി പറഞ്ഞു, നീയാണ് പറക്കുന്ന പക്ഷി, നീയാണ് പറക്കുന്ന പക്ഷി. കാരണം നീ ഈ തടാകത്തിൽ ജീവിച്ചുകൊണ്ട് എല്ലാവർക്കും മാനവും മര്യാദയും കൊടുത്തു, സേവനം ചെയ്തു, നിന്റെ സെൽഫ് ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്തു, റോയൽറ്റി മെയിൻറ്റെയിൻ ചെയ്തു. അതുകൊണ്ട് നിനക്കുള്ള സ്ഥാനം ദിവ്യമായ പൂന്തോട്ടം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഹൻസയെ പോലെ നമ്മൾ നമ്മുടെ ഭൂതകാലത്തെ മറന്ന് ഡിസിപ്ലിനോടുകൂടി ജീവിച്ച് മറ്റുള്ളവരുടെ സേവനം നിസ്വാർത്ഥമായി ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകും. അതുതന്നെയാണ് നമ്മുടെ അന്തിമ പരീക്ഷയിൽ, ജീവിതത്തിൻ്റെ അന്തിമ പരീക്ഷയിൽ നമ്പർ 1 ആകാനുള്ള യുക്തി. ഇന്ന് സ്വയം ഭഗവാൻ നമുക്ക് നൽകുന്ന വരദാനമാണ്.
ശ്രേഷ്ഠമായ പുരുഷാർത്ഥത്തിലൂടെ ഫൈനൽ റിസൾട്ടിൽ നമ്പർ 1 കരസ്ഥമാക്കുന്ന പറക്കുന്ന പക്ഷിയായി ഭവിക്കൂ. അപ്പോൾ ഫൈനൽ റിസൾട്ടിൽ ഫസ്റ്റ് നമ്പർ നേടണമെങ്കിൽ ഒന്ന് ഹൃദയത്തിൻ്റെ മനസ്സുകൊണ്ടുള്ള അവിനാശിയായ വൈരാഗ്യത്തിലൂടെ കഴിഞ്ഞുപോയ കാര്യങ്ങളെയും പഴയ സംസ്കാരമാകുന്ന ബീജത്തെയും എല്ലാം കത്തിച്ചു കളയുക. രണ്ടാമതായി അമൃതവേള മുതൽ രാത്രി വരെ ഈശ്വരീയ നിയമങ്ങളും മര്യാദകളും സദാ പാലിക്കാനുള്ള വ്രതമെടുക്കണം. മൂന്നാമതായി മനസ്സ വാച കർമ്മണ സംബന്ധ സമ്പർക്കത്തിലൂടെ നിരന്തരം മഹാദാനിയായിരുന്നു കൊണ്ട് പുണ്യാത്മാവായി ദാനപുണ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കൂ. എപ്പോഴാണോ അങ്ങനെയുള്ള ഈ ശ്രേഷ്ഠമായ ഹൈജമ്പ് ചാടുന്ന പുരുഷാർത്ഥം ഉണ്ടാകുന്നത്, അപ്പോൾ നമുക്ക് പറക്കുന്ന പക്ഷിയായി മാറി ഫൈനൽ റിസൾട്ടിൽ നമ്പർ 1 കരസ്ഥമാക്കാൻ സാധിക്കും. അതായത് become a flying bird who secure the first place in the final result through elevated effort. ശ്രേഷ്ഠമായ പുരുഷാർത്ഥത്തിലൂടെ ഫൈനൽ റിസൾട്ടിൽ ഫസ്റ്റ് നമ്പർ എടുക്കുന്ന പറക്കുന്ന പക്ഷിയായി ഭവിക്കും. ആദ്യത്തെ നമ്മുടെ പ്രാക്ടിക്കൽ എന്താണ്? ബേൺ ദ സീഡ്സ് ഓഫ് ദ പാസ്റ്റ് സംസ്കാർസ് or impressions and events through imperishable detachment from the heart. നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ അറ്റാച്ച്മെന്റുകളെയും മാറ്റിവെച്ച് കഴിഞ്ഞ സംസ്കാരങ്ങളെല്ലാം നമ്മൾ മറക്കും, കത്തിച്ചു കളയും. പാസ്റ്റ് ഇല്ലാണ്ടാകും. അപ്പോൾ രണ്ടാമതായി, അതായത് ആദ്യം പറഞ്ഞെന്താണ്, നമുക്ക് നമ്മുടെ കഴിഞ്ഞുപോയ പഴയ സംസ്കാരങ്ങളുടെ ബീജങ്ങളെ എല്ലാം കംപ്ലീറ്റ് ആയിട്ടും കത്തിച്ചു കളയും. ലെറ്റ് ഗോ ഓഫ് ദ പാസ്റ്റ് മിസ്റ്റേക്സ്, ട്രോമാസ്, റിഗ്രറ്റ്സ് എക്സെട്ര. And real spiritual progress brings when you are not emotionally tied to the past baggages. And detach your mind from old habits, past failures, or emotional burdens. നമുക്ക് കഴിഞ്ഞുപോയ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ പഴയ സംസ്കാരങ്ങളെയും നമ്മുടെ പരാജയങ്ങളെയും നമ്മുടെ ഇമോഷണൽ ബർഡൻസുകളെയൊക്കെ നമ്മൾ ഇല്ലാതാക്കി കളയും. രണ്ടാമത്തെ പ്രത്യേകത എന്താണ് ചെയ്യുന്നത്? Take a vow to consistently follow divine principles and disciplines from early morning, Amritavela, till night. പ്രഭാതം മുതൽ പ്രദോഷം വരെ ഡിസിപ്ലിൻഡ് സ്പിരിച്വൽ റൊട്ടീൻ മെയിൻറ്റെയിൻ ചെയ്യൂ, അഡോപ്റ്റ് ചെയ്യൂ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നല്ല നല്ല പരിവർത്തനങ്ങൾ ഉണ്ടാകും. അതിനേക്കാളുപരി ബിക്കം എ ഗ്രേറ്റ് ഡോണർ ത്രൂ തോട്ട്സ്, സ്പീച്ച് ആൻഡ് ആക്ഷൻസ്. സങ്കല്പത്തിലൂടെയും വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും നമ്മൾ നല്ലൊരു ഡോണറായി മാറും, ദാതാവായി മാറും. ബി എ നോബിൾ സോൾ. കീപ് ഡൂയിങ് ചാരിറ്റി. നമ്മൾ ചാരിറ്റി ആക്ഷൻ ചെയ്തുകൊണ്ടിരിക്കും, മറ്റുള്ളവർക്ക് സേവനം ചെയ്യും. ഈ ബിവിങ് യുവർ തോട്ട്സ് ഷുഡ് ബ്ലസ് അതേഴ്സ്. അതായത് നമ്മുടെ സങ്കല്പത്തിലൂടെ നമ്മൾ എപ്പോഴും എല്ലാവർക്കും ആശീർവാദങ്ങൾ നൽകിക്കൊണ്ടിരിക്കൂ, ശുഭഭാവന ശുഭകാമന കൊടുത്തുകൊണ്ടിരിക്കൂ. പിന്നെ ബ്ലസ് യുവർ വേർഡ്സ്, ശബ്ദത്തിലൂടെ വാക്കിലൂടെ ആശീർവാദങ്ങൾ കൊടുക്കൂ. ആൻഡ് ഷുഡ് ഹീൽ, നമ്മുടെ വാക്കിലൂടെ മറ്റുള്ളവരുടെ മുറിവുകളെ ഉണക്കി കൊടുക്കൂ. നാക്കുകൊണ്ട് ആരെയും വേദനിപ്പിക്കരുത്, മുറിവേൽപ്പിക്കരുത്. പകരം നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരുടെ മനസ്സിന്റെ മുറിവിനെ ഉണക്കുന്ന തരത്തിലാക്കൂ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആക്ഷനും അതുപോലെ ഉയർന്നതാക്കി മാറ്റും. എപ്പോഴാണോ നമ്മൾ ഇത്തരത്തിലുള്ളൊരു ഹൈ ജമ്പ് ചാടാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നത്, അപ്പോൾ പറക്കുന്ന പക്ഷിയായി ഫൈനൽ റിസൾട്ടിൽ നമുക്ക് എല്ലാവർക്കും നമ്പർ 1 പദവി കരസ്ഥമാക്കാൻ സാധിക്കും. അപ്പൊ നമുക്കും ഈ സമയത്ത് ഹൻസയെ പോലെ 3 പുരുഷാർത്ഥം ചെയ്ത് യഥാർത്ഥ ഹൻസമായിട്ട് മാറാം. അങ്ങനെ ഭഗവാന്റെ പൂന്തോട്ടത്തിലെ ദിവ്യമായ ലോകത്തിലെ നല്ലൊരിടം നമുക്ക് നേടുവാൻ ഈ 3 കാര്യങ്ങളെ ശ്രദ്ധ വയ്ക്കൂ. ഭഗവാന്റെ വരദാനത്തെ നമ്മൾ ധാരണയിൽ കൊണ്ടുവരും. ഓം ശാന്തി.